നമസ്കാരം. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. എല്ലാ നിക്ഷേപകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എല്ലാം ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റുകളും US മാർക്കറ്റുകളും ക്ലോസ് ചെയ്തത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. US ഇൻഡെക്സസ് നാസ്ഡാക്ക് 1% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ S&P 500 പുതിയ റെക്കോർഡ് ഹൈ നിലവാരത്തിലെത്തിയതിനു ശേഷം 0.8% ഗെയിനോട് കൂടിയാണ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് സമാന രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണിച്ചത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോസ്പി 1% അപ്പായിട്ടാണ് ട്രേഡ് ചെയ്യുന്ന മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു ഗ്രീൻ സോണിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 50 പോയിന്റ് പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നല്ലൊരു കറക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ റിക്കവർ ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്നലെ ചൈനീസ് മാർക്കറ്റിൽ ഒരു പുതിയ മെഷേഴ്സ് അവരുടെ എക്സ്ചേഞ്ച് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുന്നു, ഒരു കൂളിംഗ് മെഷേഴ്സ് കൊണ്ടുവരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. അതായത് ഷോർട്ട് സെല്ലിംഗ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കാനുള്ള നടപടികൾ കൊണ്ടുവരുന്നു എന്നുള്ള മെഷേഴ്സ് എടുക്കുന്നു എന്ന വാർത്തകൾ വന്നപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ സമാന രീതിയിലുള്ള റിഫ്ലക്ഷൻസ് നമ്മുടെ ഇൻഡെക്സസിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. GSTയുടെ ഗെയിൻ എല്ലാം കിട്ടിയതിന് ശേഷം മാർക്കറ്റ് 25,000 തൊട്ട് താഴെ വരെ വന്നതിന് ശേഷം നല്ല ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് വരാനുണ്ടായത്. ഇന്നും ചൈനീസ് മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇൻഡെക്സസിലും ഒരു സെല്ലിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിൽ തന്നെ നിൽക്കുന്ന നമുക്കൊരു 50 പോയിന്റിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഫർദർ സെന്റിമെന്റ്സ് എല്ലാം തന്നെ ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സിന്റെ മുന്നോടിയായിട്ട് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സിന്റെ മുൻനിർത്തിയായിരിക്കും നമുക്ക് പറയാനാവുക. 25,000 താഴെ ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വന്നത്. ഇപ്പോഴുള്ളൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,820 എന്ന റേഞ്ചിലേക്കാണ്. അതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വീണ്ടും ഒരു റാലി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, സമാന രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് തുടരാൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് മാത്രം ഇന്നത്തെ ട്രേഡിങ്ങുകൾ എടുക്കുക. ഇന്ന് അമേരിക്കയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ വരുന്നുണ്ട്. നോൺ ഫാം പേറോൾ ഡാറ്റയും അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റകൾ വരുന്നുണ്ട്. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വീണ്ടും കൂടുന്നു എന്ന് 0.1% ഒരു ഗെയിനാണ് എക്സ്പെക്റ്റേഷൻ വന്നിരിക്കുന്നത്. അത് അടുത്ത FMC മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന സൂചന തന്നെ നൽകുന്നുണ്ട്. മാർക്കറ്റിന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഡോളറിലുള്ള സ്ട്രെങ്തനിങ് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. സമാന രീതിയിലുള്ള വീക്കനിങ് നമുക്ക് ഇന്ത്യൻ റുപ്പിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ട്രേഡിങ്ങുകൾ എടുക്കാം. എവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.